കേരളത്തെ നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ 8-ന്. വിധി പറയുന്നത് ദിലീപ് 8ാം പ്രതിയായ കേസിൽ എല്ലാ പ്രതികളും വിധി ദിനം ഹാജരാകണമെന്ന് വിചാരണ കോടതി. കോടതിയുടെ തീർപ്പ് വരുന്നത് അങ്കമാലിക്ക് സമീപത്ത് വെച്ച് നടിയെ ആക്രമിച്ച് 8 വർഷങ്ങൾക്ക് ശേഷം. നടിയെ ആക്രമിച്ച കേസിൽ വെളിപ്പെടുത്തലുമായി ഉമാ തോമസ് MLA. കേസിൽ ഇടപെടരുത് എന്ന് ചിലർ PT തോമസിനോട് ആവശ്യപ്പെട്ടു. ഒട്ടും കൂട്ടാതെയും കുറയ്ക്കാതെയും മൊഴി കൊടുക്കണമെന്ന് PT നിലപാടെടുത്തു. വിളിച്ചവരുടെ പേര് പറയുന്നില്ലെന്നും ഉമാ തോമസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവ് ന്യൂസ് മലയാളം പുറത്തുവിട്ടതോടെ നിലപാട് കടുപ്പിച്ച് VD സതീശൻ. മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രചാരണത്തിനിറങ്ങിയത് സണ്ണി ജോസഫിനോട് ചോദിക്കണമെന്ന് നിർണായക പ്രതികരണം. ഞാനല്ല അത് പറയേണ്ട ആൾ, അത് KPC പ്രസിഡന്റ് പറയേണ്ട. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. മാങ്കൂട്ടത്തിലിനെ ഔദ്യോഗികമായി ആരും ക്ഷണിച്ചിട്ടില്ലെന്ന് സണ്ണി ജോസഫിന്റെ ദുർബല പ്രതിരോധം. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ഇന്നും UDF-നായി വീട് കയറി പ്രചാരണം. ഒരു നേതാവും പ്രചാരണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാങ്കൂട്ടത്തിൽ. പാലക്കാട്ടുകാർക്ക് ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ടെന്നും വെല്ലുവിളി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പടിയടച്ച് പിണ്ഡം വയ്ക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന B. സാജൻ. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് സജ്ന. മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച സീമാജി നായർക്കും അനുശ്രീക്കും എതിരെ PP ദിവ്യ. ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്ന സ്ത്രീരത്നങ്ങൾ എന്ന് വിമർശനം. രത്നകിരീടം സ്വന്തം തലയിൽ വെച്ചാൽ മതിയെന്ന് സീമാജി നായരുടെ മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെയും N. വാസുവിനെയും തള്ളിപ്പറഞ്ഞ് MV ഗോവിന്ദൻ. പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയെന്നും സംസ്ഥാന സെക്രട്ടറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. ശരിയുള്ളൂ. N. വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിലെത്തിച്ചതിൽ വിചിത്ര വിശദീകരണവുമായി പോലീസ്. പ്രതി ആരാണെന്ന് അറിഞ്ഞില്ലെന്ന് മൊഴി. വാസുവിന്റെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചതെന്നും പോലീസുകാർ. വാസുവിന്റെയും ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ കൊല്ലം കോടതിയിൽ വാദം പൂർത്തിയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തെ നേരിടാൻ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ആയുധമാക്കി കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM എന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ച് പ്രതിരോധം. 2 CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയതിന് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. അവർക്കെതിരെ ഒരു നടപടിയെടുത്തോ? അതിൻ്റെ അർത്ഥം എന്താ? അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും. പത്മകുമാറിനെ CPIM പുറത്താക്കാത്തത് എന്തുകൊണ്ടെന്ന് ഷാഫി പറമ്പിൽ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ധാരണ ഊട്ടി ഉറപ്പിച്ചിരിക്കെ UDF-നെ വെട്ടിലാക്കി സമസ്ത. സുന്നികൾ വെൽഫെയർ പാർട്ടിക്ക് വോട്ടു ചെയ്യില്ലെന്ന് മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരാജയം ഉറപ്പാക്കും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ എതിർക്കും. അത് സമുദായത്തിന് വലിയ പരിക്കേൽപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അധികാര കേന്ദ്രങ്ങളിൽ വന്നാൽ അതുണ്ടാക്കുന്ന പരിക്ക് വളരെ ഗുരുതരായിരിക്കും. വെൽഫെയർ പാർട്ടി ധാരണയിൽ മുജാഹിദ് വിഭാഗത്തിലും എതിർപ്പ്. സഖ്യം മതേതര മുഖത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് മർക്കസ് ഉദ്ദവ സെക്രട്ടറി IP അബ്ദുൽ സലാം. വെൽഫെയർ പാർട്ടി സഖ്യത്തിൽ UDF-നെതിരെ കടുത്ത വിമർശനമുയർത്തി സമസ്ത കാന്തപുരം വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിലെത്തിച്ചെന്ന് വിമർശനം. വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും വേറിട്ട രാഷ്ട്രീയ അസ്തിത്വമുണ്ടോ എന്നും ചോദ്യം. വിമർശനം റഹ്മത്തുള്ള സഖാഫിയുടെ സിറാജിലെ ലേഖനത്തിൽ.
SIR ജോലികൾക്ക് വിദ്യാർത്ഥികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും വോളണ്ടിയർമാരെ വേണമെന്ന ആവശ്യം പറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വീട് കയറിയുള്ള ജോലിക്കല്ലെന്ന് തിരുവനന്തപുരം കലക്ടർ. പങ്കാളിത്തം നിർബന്ധമല്ലെന്ന് രത്തൻ യു ഖേൽക്കർ. SSK ഫണ്ടിലെ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് വീണ്ടും കത്തയച്ചു കേരളം. ഫണ്ട് അനുവദിക്കാത്തത് BJPയുടെ സമ്മർദ്ദം മൂലമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് മൊത്തം 1158 കോടി രൂപ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദിന് 20 വർഷം തടവ്. DYFI നേതാവ് നന്ദകുമാറിനും 20 വർഷം തടവ്. ശിക്ഷാവിധി പയ്യന്നൂരിൽ പോലീസ് വാഹനത്തിന് സ്റ്റീൽ ബോംബെറിഞ്ഞെന്ന കേസിൽ തടവിന് പുറമെ 2.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതി. പത്രിക തള്ളിയതിനെതിരെ കടമക്കുടിയിലെ UDF സ്ഥാനാർത്ഥി സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയതിനാൽ ഇടപെടാനാകില്ലെന്ന് കോടതി. നോമിനേഷൻ നടപടിക്രമങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്നും ചോദ്യം. സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ ട്രൈബ്യൂണലിനെ സമീപിക്കാം. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് യുവാവിന്റെ കൈ അറ്റു. കൊല്ലങ്കോട് സ്വദേശി സുജിന്റെ ഇടത് കൈ നഷ്ടമായി. ദാരുണ സംഭവം. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കൈവരിയിലിടിച്ചു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. തിരുവനന്തപുരം സ്വദേശി S സജീവ് അറസ്റ്റിൽ. ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ നേരിട്ട ദുരനുഭവം സമൂഹമാധ്യമങ്ങളിലൂടെ വിവരിച്ച് പെൺകുട്ടി. പത്തനംതിട്ട തിരുവല്ലയിലെ ബാറിൽ യുവാവിനെ മർദ്ദിച്ച 4-അംഗ സംഘം പിടിയിൽ. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത് കാലിൽ ചവിട്ടിയെന്നാരോപിച്ച് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. മലപ്പുറം ഇരുമ്പുചോലയിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് 5 വയസ്സുകാരൻ. നായുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് ധൈര്യത്തോടെയുള്ള ചെറുത്തുനിൽപ്പിൽ. സംഭവം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വീടിനു മുന്നിൽ നിൽക്കവേ. തൃശൂർ അതിരപ്പിള്ളി കല്ലാല എസ്റ്റേറ്റിൽ പരിക്കേറ്റ അവശനിലയിൽ കിടന്ന കാട്ടുകൊമ്പൻ ചരിഞ്ഞു. വനം വകുപ്പ് 2 തവണ ചികിത്സ നൽകിയത് മയക്കുവെടിവെച്ച്. ആന തീറ്റയെടുത്തത് ചളിയിൽ കിടന്ന്. ശബരിമല മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി തീർക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ഡിസംബർ 18 ബോർഡ് അവലോകന യോഗം. 26 ഫുൾ മാസ്റ്റർ പ്ലാൻ ഹൈ പവർ കമ്മിറ്റി. അന്നദാനത്തിൽ പപ്പടവും പായസവും അടക്കം സദ്യ നൽകുമെന്നും ജയകുമാർ. അസമീസ് ഗായകൻ സുബീൻ ഗാർഗിന്റേത് കൊലപാതകമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അന്വേഷണം നീങ്ങുന്നത് ശരിയായ ദിശയിൽ. SITയെ വിമർശിച്ച് അന്വേഷണം അട്ടിമറിക്കരുതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. അസം മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ നിയമസഭയിൽ. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായി ചടങ്ങ്. ക്ഷേത്ര ശിഖിരത്തിൽ 191 അടി ഉയരത്തിൽ പതാക. RSS മേധാവിയും ചടങ്ങിൽ. നൂറ്റാണ്ടുകളുടെ മുറിവ് ഉണങ്ങിയെന്നും വേദനയ്ക്ക് വിരാമമായെന്നും മോദി.
എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് താറുമാറായി ഏഷ്യയിലെ വ്യോമ ഗതാഗതം. എയർ ഇന്ത്യയുടെ ഉൾപ്പെടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാന കമ്പനികൾക്ക് DGCAയുടെ ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കരിമേഘ പടലം. ഡൽഹിയിൽ 6 വയസ്സുകാരന്റെ ചെവി കടിച്ചെടുത്ത് വളർത്തുനായ. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ആക്രമിച്ചത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായ. നായയുടെ ഉടമയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ബീഹാർ വിജയത്തിന്റെ ആത്മവിശ്വാസം കൈമുതലാക്കി പശ്ചിമ ബംഗാളിലും അധികാരത്തിലേറാൻ BJP തന്ത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നരേന്ദ്രമോദി 6 സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകാൻ തീരുമാനം. അടുത്ത വർഷം ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചു ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം ഷീ ജിൻപിങ്ങുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണ. ചൈനീസ് പ്രസിഡന്റിനെ US-ലേക്ക് ക്ഷണിച്ച് ട്രംപ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം അടുത്ത മാസം ഇല്ല. സന്ദർശനം നീട്ടിയത് സുരക്ഷാ കാരണങ്ങളെ തുടർന്ന്. പ്രതിസന്ധിയായത് ചെങ്കോട്ട സ്ഫോടനം. സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷം തീയതി പിന്നീട് നിശ്ചയിക്കുമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ പാക് ബോംബാക്രമണം. 9 കുട്ടികളടക്കം 10 പേർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ. ആക്രമണം കുന്നാർ പക്തിക പ്രവിശ്യകളിൽ. ജമൈക്കൻ സംഗീതജ്ഞൻ ജിമ്മി ക്ലിഫ് അന്തരിച്ചു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണം. ഓർമ്മയാകുന്നത് റഗേ സംഗീതത്തെ ജനപ്രിയമാക്കിയ അതുല്യ പ്രതിഭ. വിലായത്ത് ബുദ്ധയ്ക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പോലീസിൽ പരാതി നൽകി നിർമ്മാതാവ് സന്ദീപ് സേനൻ. യൂട്യൂബ് ചാനൽ സിനിമയ്ക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന് പരാതി. സിനിമയുടെ പ്രൊമോ സോങ് പുറത്ത്. സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം കമ്മീഷണറുടെ റിലീസ് ജനുവരിയിൽ. ഭരത് ചന്ദ്രൻ IPS വീണ്ടും തിരശീലയിലെത്തുന്നത് 4K അറ്റ്മോസ് മികവിൽ. 1994 പുറത്തിറങ്ങിയ സിനിമയിലെ ഡയലോഗും പശ്ചാത്തല സംഗീതവും ഇന്നും കരുത്തോടെ പ്രേക്ഷക മനസ്സിൽ. ആപ്പിൾ TV സീരീസ് പ്ലൂറിബസിന്റെ 5ാം എപ്പിസോഡ് നാളെ എത്തും. റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് വെള്ളിയാഴ്ച. വിൻസ് ഗില്ലിഗന്റെ സയൻസ് ഫിക്ഷൻ സീരീസിന് ആരാധകരേറെ. സൂപ്പർ താരങ്ങളുടെ ചായകുടിക്ക് പിന്നാലെ വൈറലായി രാഷ്ട്രീയ നേതാക്കളുടെ പിക്നിക് AI ചിത്രങ്ങൾ. ഇൻസ്റ്റയിൽ ശ്രദ്ധ നേടിയത് നരേന്ദ്രമോദിയും പിണറായി വിജയനും അടക്കം 7 നേതാക്കളുടെ യാത്രയുടെ ചിത്രങ്ങൾ. AI ഇമേജുകൾ പോസ്റ്റ് ചെയ്തത് ലേസി ഡിസൈനർ എന്ന ഇൻസ്റ്റാ പേജിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ബാഴ്സലോണ ചെൽസി സൂപ്പർ പോരാട്ടം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലെവർക്യൂസൻ എതിരാളികൾ. മത്സരങ്ങൾ രാത്രി 1:30-ക്ക്. ഡോട്ട്മുണ്ടിനും നാപ്പോളിക്കും യുവന്റസിനും മത്സരം. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വൻ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടം. KL രാഹുലും ജയ്സ്വാളും പുറത്ത്. പരമ്പര കൈവിടാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം.